നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഗ്രീറ്റിഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ക്യാപ്ഷൻ നടന്നതുപോലെ നല്ലൊരു ട്രേഡിംഗ് ഡേ നടന്നു. ബാങ്ക് നിഫ്റ്റി 42 കടക്കുമോ? ഇതാണ് നമ്മുടെ ക്യാപ്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു നല്ലൊരു ട്രേഡിംഗ് ഡേ ഇന്ന് നടന്നു എന്ന് പറഞ്ഞതിനെക്കുറിച്ചുള്ള ഒരു ഇന്നത്തെ ട്രേഡിംഗ് ഡേയ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിൽ പറയുന്നതാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റി 42 മുകളിൽ പോകുമെന്നൊക്കെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈലിനെ വെച്ച് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ ഒരു സംക്ഷിപ്തമായ രൂപം പറയുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് നടന്നെന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്ന മാർക്കറ്റായിരുന്നു. ഇന്നലത്തെ അമേരിക്കൻ മാർക്കറ്റ് ന്യൂസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മോർണിംഗ് ഓട്ടോമാറ്റിക് ഗ്യാപ് ഡൗൺ വരികയും ഈ 22,470 മുകളിൽ നിൽക്കുകയും അത് തിരിച്ച് വീണ്ടും 532, അതിന് മുകളിൽ 560 അതിന് മുകളിൽ 605 ടെസ്റ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും 560 530 ടെസ്റ്റ് ചെയ്തു. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ബാലൻസ് പ്രൊഫൈലിൻ്റെ 80% റൂള് മുകളിലോട്ടും 80% റൂളിൻ്റെ ട്രേഡ് സെറ്റപ്പ് താഴോട്ടും കിട്ടുകയും ചെയ്തു. പക്ഷെ നമ്മൾ ഇന്ന് താഴോട്ടുള്ള ട്രേഡ് സെറ്റപ്പ് എടുത്തില്ലായിരുന്നു. നമ്മുടെ ഇന്നത്തെ ലൈവ് റൂമിൽ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നിഫ്റ്റിയിലെ IB എക്സ്റ്റൻഷൻ ട്രേഡ് സെറ്റപ്പ് മുഖേനയുള്ള ട്രേഡ് സെറ്റപ്പ് എടുത്തായിരുന്നു എല്ലാ ആൾക്കാർക്കും. അതുകൂടാതെ ഞാൻ ഈ നിഫ്റ്റിയുടെ 80% റൂൾ വെച്ചുള്ള ട്രേഡ് സെറ്റപ്പും ട്രേഡ് ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളെ റൂമിൽ എല്ലാവർക്കും ഒന്ന് ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ ഡൗൺവേർഡ് മൂവ് പ്രതീക്ഷിച്ച് ഇരുന്ന സമയത്ത് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യുകയും ആ റിവേഴ്സിൽ നമുക്ക് നിഫ്റ്റിയിൽ നല്ലൊരു പോയിന്റ് കരസ്ഥമാക്കുവാൻ പറ്റുകയും നമുക്ക് സാധിച്ചു. സോ ഇന്ന് നമ്മളെ നല്ലൊരു ട്രേഡിംഗ് ഡേ നടന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിശകലനമാണ് അത്. നമുക്കിനി നോക്കാം നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ നിഫ്റ്റി അനാലിസിസ്. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ വന്ന NVIDIയുടെയും ടെസ്ലയുടെയൊക്കെ റിസൾട്ട് കുറച്ച് മോശമായത് കൊണ്ടായിരിക്കാം അമേരിക്കൻ മാർക്കറ്റ് ഇറങ്ങിയത്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് ടെസ്ല ഇല്ല, NVIDIA ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് ഇറങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ആ ഇറക്കം എന്ത് പറ്റി? ഇന്ന് ഗ്യാപ് ഡൗൺ അത് തിരിച്ച് ഓട്ടോമാറ്റിക്കായി വിത്തിൻ ബി പീരീഡിൽ തിരിച്ച് റിവേഴ്സ് ആകുകയും നമ്മൾ ഓൾമോസ്റ്റ് ഇന്നലത്തെ ഹൈ അടിക്കുകയും ഇന്നലത്തെ ആ ഒരു നിയർ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പം മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് പോകും. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എങ്ങനെ പോകും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. അപ്പോൾ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പ്രകാരം ഞാൻ ഇന്നലെ പറഞ്ഞത് പ്രകാരമുള്ള നിഫ്റ്റി ഇന്നലെ 2 ദിവസത്തെ തിങ്കളും ചൊവ്വയും ബാലൻസ്ഡ് പ്രൊഫൈലായിരുന്നു. അപ്പോൾ ആ ബാലൻസ്ഡ് പ്രൊഫൈലിൻ്റെ വാല്യൂ ഏരിയ ലോ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിലോട്ട് മാർക്കറ്റ് പോകുമ്പോൾ 80% റൂൾ എന്ന് പറയുന്ന ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവ് ആകുമായിരുന്നു. ആ ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവായും ബി പീരീഡിൽ അത് പോവുകയും സിയിലും ഡിയിലും ഇയിലും എഫിലും ജിക്കും ഓൾമോസ്റ്റ് ആ 605 മുകളിൽ പോവുകയും എച്ചിൽ അത് 630 വരെ പോവുകയും ചെയ്തു. തിരിച്ച് മാർക്കറ്റ് വീണ്ടും താഴോട്ട് ഇറങ്ങി 80% ഉള്ളിൽ ഡൗൺവേർഡ് സൈഡിലും നിഫ്റ്റി തരികയാണ് ചെയ്തത്. നമ്മൾ ഇന്ന് ഡൗൺവേർഡ് സൈഡിലെ നിഫ്റ്റി മൂവ് നമ്മൾ ലൈവ് മെൻറ്റർഷിപ്പ് റൂമിൽ എടുത്തില്ലായിരുന്നു. നമ്മൾ അപ്പ് സൈഡിലുള്ള മൂവ്മെൻറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. കാരണം നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് നിഫ്റ്റി. അത് ആ അപ്പ് ഡേ ആണെങ്കിലും ക്ലോസ് ചെയ്തിരിക്കുന്ന POCയുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ IBHൻ്റെ ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ പ്രൊഫൈലിൻ്റെ നിഫ്റ്റി പ്രകാരം ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഒരു IB എക്സ്റ്റൻഷനിലെ ഹാഫ് IB ടാർഗറ്റ് തരികയും 1 IB ടാർഗറ്റിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് വന്ന് തിരിച്ച് റിവേഴ്സ് ആവുകയും ചെയ്തു. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ ഇന്നത്തെയും POC ഒക്കെ ഓൾമോസ്റ്റ് അടുപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നോർമൽ വേരിയേഷൻ അപ്പ് ഡേയിൽ നമുക്ക് നല്ലൊരു ട്രേഡിങ് നമുക്ക് കിട്ടിയായിരുന്നു. നമുക്ക് 500 പോയിൻറ്റ് കിട്ടിയെന്ന് വെച്ചാൽ 500 പോയിൻറ്റ് കിട്ടിയിട്ടില്ല. അത് ഒരു ട്രേഡറെ സംബന്ധിച്ച് നമ്മളൊരു സ്മാൾ ടൈം ഫ്രെയിം ട്രേഡേഴ്സാണ്, ആസ് എൻ ഇൻട്രാഡേ ട്രേഡർ. അപ്പോൾ നമുക്ക് കിട്ടേണ്ട പോയിന്റ് നിഫ്റ്റിയിൽ നിന്ന് കിട്ടുകയുണ്ടായി. അപ്പോൾ നിഫ്റ്റിയുടെ സ്ട്രക്ചർ വെച്ച് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നത്തെയും POCയും കൂടെ ഞാനൊന്ന് മെർജ് ചെയ്യുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ആ ഒരു റേഞ്ചിന് പോലുള്ള മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ട് 80% റൂൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിഫ്റ്റി ഫ്യൂച്ചർ ഇന്നിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന 546 ലെവലിലാണ്. അപ്പം ഈ മെർജഡ് ഏരിയയുടെ വാല്യൂ ഏരിയ എന്ന് പറയുന്നത് 540യും ഈ 540 ഈ POC എന്ന് പറഞ്ഞാൽ 548.75, അത് 549 ആണ് POC. ഇപ്പോൾ ആസ് ലോങ് ആസ് 549 550 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ആശാൻ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി ആശാൻ എവിടെ വരെ പോവാം? 22,608 വരെ പോവാം. നമുക്കൊരു നിഫ്റ്റിയിൽ ഫ്രഷ് ഒരു ബൈയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ 22,608 മുകളിൽ കണ്ടിന്യൂസ് ഒരു ക്ലോസിങ് വന്നാൽ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സിൻ്റെ ഒരു ക്യാൻഡിലെങ്കിലും ക്ലോസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ബൈയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഈ പ്രൊഫൈൽ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഈ രണ്ടിനെ ഞാൻ മെർജ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ 560 മുകളിൽ പോയാൽ മാത്രമേ നിഫ്റ്റി ഫ്യൂച്ചറിൽ 600 വരെ പോകാനും 605 605 മുകളിൽ സ്റ്റേ. ഇന്നലെ ഞാൻ പറഞ്ഞ വാക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നിഫ്റ്റി ഫ്യൂച്ചർ 22,605 മുകളിൽ മാത്രം സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഇനി ഫ്രഷ്
ഡിമാൻഡ് സോണിലേക്ക് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. ഇനി താഴോട്ടുള്ള സോൺ എന്ന് പറഞ്ഞാൽ സെയിം ഇന്നത്തെ പോലെ തന്നെയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് 22,490 ഒരു സപ്പോർട്ടാണ്. ഈ 490ക്ക് താഴെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഇതിനെ ആക്ട് ചെയ്യാം 22,436ഉം. അതിന് താഴെ ഈ 22,370 എന്ന് പറഞ്ഞ POC ഏരിയയും നമുക്ക് സപ്പോർട്ടീവായിട്ട് ആക്റ്റീവ് ആവും. മുകളിലോട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി സംബന്ധിച്ച് 22,560ക്ക് മുകളിൽ 22,605ഉം 22,605 മുകളിൽ മാത്രം നമ്മൾ പറഞ്ഞ 710ഉം 810ഉം വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിലൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല, കാരണം അപ്പോഴ് സൈക്കിൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, മുകളിലോട്ട് പോയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താഴോട്ടുള്ള ലെവൽസ് മാത്രം നോക്കിയാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെവൽസൊക്കെ ഒന്ന് നിഫ്റ്റിയുടെ സൈക്കിളിലേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. മാർക്ക് ചെയ്ത് വെക്കണം വേറെ ഒന്നും വേണ്ടിയില്ല, നമുക്ക് ആവശ്യപ്പെടും, നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഇന്നത്തെ POC ഞാൻ എടുത്ത് പൊക്കിക്കൊണ്ടുവരാം. ഇവിടെ ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 548 ആണ്. പക്ഷേ ഞാൻ 560 തന്നെ ഒരു സോണായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ 560ക്ക് മുകളിൽ നമ്മൾ സെയിം അതേപോലെ ഇന്നലെ വരച്ച 605, അതിന് മുകളിൽ 7 നമ്മളേതാണ് അതിന് മുകളിൽ വരുന്നത് 710ഉം അതിന് മുകളിൽ 810ഉം വരും. ഇനി താഴോട്ട് പറയണമെങ്കിൽ നമുക്ക് 529 എന്ന് പറഞ്ഞ ലെവലിനൊന്ന് മാറ്റി 490 ആ പറഞ്ഞ ലെവലിലേക്ക് ഒന്ന് പറഞ്ഞാൽ കൊണ്ടുവരാം. 490 ഓക്കെ, 490 ലെവലിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അതിന് താഴെ 436 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലും അതിന് താഴെ 370 ഇതിന് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പം ക്ലിയർ ആയല്ലോ. മുകളിൽ 560 എന്ന് പറഞ്ഞാൽ അതിനും ഒരു സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. 560ക്ക് മുകളിൽ 605ഉം 710ഉം 810ഉം വരാനും അതിന് താഴെ 490, 436 ആൻഡ് 370 ഈ ലെവൽ. 374 അല്ല 370 നമുക്ക് താഴോട്ട് വയ്ക്കാം. ഓക്കെ, ഈ 370 എന്ന് പറഞ്ഞ ലെവലിൽ നമുക്ക് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ 0.85 നോക്കണം, എൻ്റെ മൗസിൻ്റെ ആ ഒരു അങ്ങോട്ട് പോകാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ നല്ലൊരു ട്രെൻഡിങ് ഡേ വന്നില്ല. നമ്മളെ സംബന്ധിച്ച് IB എക്സ്റ്റൻഷൻ ട്രേഡ് കിട്ടി, അതിന് ഫസ്റ്റ് ടാർഗറ്റും വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു നിഫ്റ്റി ട്രേഡറെ സംബന്ധിച്ച്. നമുക്കിനി ആ ഗ്യാപ് ഡൗൺ വലുതായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി നോക്കേണ്ടത് നമ്മളെ ഇപ്പം നിൽക്കുമ്പോൾ നമ്മുടെ കറണ്ടിൽ നമ്മുടെ നിഫ്റ്റി 613 പോയിൻറ്റ് മുകളിൽ നിൽക്കുകയാണ്, അതായത് 30 പോയിൻറ്റ് മുകളിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ. നമ്മൾ ഓർഡർ ഫ്ലോ നിഫ്റ്റി നോക്കാം. നമുക്ക് ഈ ഓർഡർ ഫ്ലോ നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാർട്ട് പ്രകാരം നിഫ്റ്റി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇന്ന് മോർണിംഗിൽ ഗ്യാപ് ഡൗൺ വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മൾ മോർണിംഗിൽ ഗ്യാപ് ഡൗൺ വരികയും ഈ ഗ്യാപ് ഡൗണിൽ വലിയ സെല്ലിംഗ് നടക്കാതെ സെക്കൻഡ് B പീരീഡ് ക്യാൻഡിലിൽ അത് വോളിയം കയറി പോവുകയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് 497 ഈ ലെവലിൽ നല്ലൊരു ബൈയിങ് നടക്കുന്നുണ്ട്. ഇതൊരു ബൈയിങ് ഇംബാലൻസ് ഏരിയയാണ്. അത് കയറി G പീരീഡിൽ നമ്മുടെ ടാർഗറ്റ് കിട്ടി. ആ Gക്ക് മുകളിൽ അടുത്ത H വരെ പോവുകയും പിന്നെ തിരിച്ചിറങ്ങുകയും ചെയ്തു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചായിരുന്നല്ലോ നിഫ്റ്റി മോർണിംഗ്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു നോർമൽ ഡേ ആണ്, എന്നാൽ നോർമൽ വേരിയേഷൻ അപ്പ് കിട്ടിയിട്ടുള്ള ദിവസമാണ്. ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയൊരു നോർമൽ വേരിയേഷൻ അപ്പ് ആണ്. അത് ക്ലോസ് ചെയ്തേക്കുന്ന VWAPൻ്റെ POCൻ്റെ ആ ഭാഗത്താണ് നിഫ്റ്റി ഓർഡർ ഫ്ലോ നോക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ലെവൽസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞ സെക്കൻഡ് അജണ്ടയായ ബാങ്ക് നിഫ്റ്റി 48,000 കടക്കുമെന്ന് പറഞ്ഞ ആ ഒരു അജണ്ടയിലേക്ക് നമുക്ക് പോകാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് നല്ല കിഡിലും ഡൗൺവേർഡ് മൂവ്, വലിയ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ നല്ല ഗ്യാപ് ഡൗൺ ബാങ്ക് നിഫ്റ്റി കാണിച്ചു. ബാങ്ക് നിഫ്റ്റി ഏകദേശം ഇന്ന് ഓപ്പൺ ചെയ്താൽ നമ്മൾ സ്പ്ലിറ്റ് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് 47,698 ഓപ്പൺ ചെയ്ത സാധനം ബാങ്ക് നിഫ്റ്റി ഇറങ്ങി എവിടെ ഏകദേശം 580 വരെ വന്നു. ഞാൻ നമ്മളെ പറഞ്ഞു ഇന്നലെ 500 നമ്മളെ സപ്പോർട്ട് ലെവൽ. ആ ലെവലിൽ നിന്ന് താഴെ പോയാൽ മാത്രമേ ഡൗൺവേർഡ് പ്ലസ് ഈ 47,680 എന്ന് പറഞ്ഞ POC ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ആ 47,680 മുകളിൽ POCയിലാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി എന്ത് പറ്റു, താഴോട്ട് വന്ന് തിരിച്ച് പിന്നെ ആ സ്ട്രെങ്ത് കിട്ടിയിട്ടില്ല. തിരിച്ച് Aയിലും Bയിലും വരികയും ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. ഓൾമോസ്റ്റ് ഹാഫ് IB ടാർഗറ്റിന് അവിടെയാണ് ക്ലോസ് ചെയ്തത്. POC ഫോം ചെയ്തിരിക്കണം 47,894 അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഈ 48,040 ഇതിന് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെക്കുറിച്ച് പറയുന്നുള്ളൂ. സ്ട്രിക്റ്റായിട്ട് പറയുന്ന കേട്ടോളൂ. 48,040 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിലെ ബൈയെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 48,237 അതിന് മുകളിൽ നമ്മുടെ ഈ വിർജിൻ POC അടുത്തതായ 48,630 വരാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ട് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ POCക്ക് താഴെ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 47,800 ഒരു സപ്പോർട്ടാണ്. ഈ 47,800 താഴെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ 47,680 അതിന് താഴെ ഈ 47,548 500 വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ 500 ഇടയ്ക്കിടയ്ക്ക് രണ്ട് LVNും HVNും കിടപ്പുണ്ട്. ഈ 47,500 താഴെ വീണ്ടും ഇന്നലെ പറഞ്ഞ മാറ്റർ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് എത്രയാണ്
47,356 അതിന് താഴെ 47,242. ഇപ്പോൾ ഈ ഒരു പറഞ്ഞ ലെവൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 48,040 മുകളിൽ മാത്രമേ ഒരു ബൈയെ കാണുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ ഫ്ലോയും നമ്മുടെ ലൈവ് മെൻറ്റർഷിപ്പ് റൂമിൽ ഈ ഓർഡർ ഫ്ലോയും ഉപയോഗിക്കുന്നതിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഗ്യാപ് ഡൗണൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്നത്തെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഗ്യാപ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു. യൂഷ്വലി ഈ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യില്ല, ചിലപ്പോൾ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ്. ഇന്ന് ആ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് സംഭവിച്ചു മാർക്കറ്റിൽ. കാരണം ഇന്നലെ സെല്ലേഴ്സ് ഇല്ലായിരുന്നു മാർക്കറ്റിൽ. ഇപ്പോൾ ഗ്യാപ് ഡൗൺ വന്ന സമയത്ത് അവരെന്ത് ചെയ്തു, നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഓർഡർ ഫ്ലോയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാവും അതെങ്ങനെയാണ് ആശാം പോയേക്കുന്നത്. ഇന്ന് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കൂ, ഇന്ന് മോർണിംഗിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നല്ല സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഈ സെല്ലിംഗ് ഉണ്ടായതിനു ശേഷം ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തു, തിരിച്ച് വീണ്ടും ബി പീരീഡിൽ നിഫ്റ്റിയെ പോലെ ബാങ്ക് പിടിച്ച് കയറുകയും ഈ ജി പീരീഡിൽ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ IB എക്സ്ചേഞ്ച് ട്രേഡ് സെറ്റപ്പ് തരുകയും അതിന് മുകളിൽ പിന്നെ അവൻ ഏകദേശം നിഫ്റ്റി ഇറങ്ങിയാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഹൈ തന്നെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ നല്ല കൂടുതലാണ്. യൂഷ്വലി നാളെ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് വരാനുള്ള ചാൻസും ഉണ്ട്. നാളെ ഗ്യാപ്പ് അപ്പ് ആവുമെന്ന് ചിലർ ചോദിച്ചു. എൻ്റെ കണക്കൂടി ചിലപ്പം നാളെ ഗ്യാപ്പ് അപ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം നമ്മളെ ഇന്ന് രാത്രി അമേരിക്കൻ മാർക്കറ്റ് എവിടെ ക്ലോസ് ചെയ്യുന്നു, വേറെ ഒരു പ്രശ്നമില്ല, അതൊക്കെ എല്ലാം ബാധിച്ച് നാളെ ഇരിക്കും. പക്ഷേ നാളെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് 46,000 കടക്കുമെന്ന് ചോദിച്ചതിൻ്റെ ആൻസർ നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ മാർക്കറ്റ് തന്നെ പറയും ഞാൻ 46,000 കടക്കും എന്ന് ബാങ്ക് നിഫ്റ്റി തന്നെ നാളെ പറയുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞങ്ങളുടെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊരു പ്രചോദനമാണ്, ഞങ്ങളൊരു സപ്പോർട്ടാണ്, ഞങ്ങളൊരു എനർജിയാണ്. അപ്പം ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിട പറയുന്നു. നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. See you tomorrow.